learning ecosystem, the complete education TV. നമസ്കാരം, ആൽഫ ഇ ടി വിയിലേക്ക് സ്വാഗതം. പുതിയ തലമുറയിലെ വിദ്യാർത്ഥിനികളുടെ ഒരാഗ്രഹമാണ് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ഡോക്ടറൽ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടുക, വിദ്യാഭ്യാസം നേടുക എന്നുള്ളത്. ഇന്ന് ആൽഫ ഇ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് ഈ ഒരു രൂപത്തിൽ വിദേശ രാഷ്ട്രത്തിൽ പോയി PhD എടുക്കുകയും അതിനുശേഷം കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നടത്തുന്ന ഡോക്ടർ ഷഫക്കത്ത് കറുത്തേടത്താണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഈ സ്റ്റുഡിയോയിലേക്ക് വരുത്തിയിട്ടുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്ക് മാർഗനിർദ്ദേശം നൽകുക, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുന്ന രൂപത്തിൽ അവരുമായി സംവദിക്കുക എന്ന അർത്ഥത്തിലാണ് വിളിച്ചിരുത്തിയിട്ടുള്ളത്. സ്വാഗതം സാർ. നമ്മൾ ഈ ഒരു അംബീഷനുമായിട്ട് എല്ലാവരും ഒരു അംബീഷനാണ്, ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കഴിയുന്ന എല്ലാവരുടെ ഒരു അംബീഷനാണ് ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറയുന്നത്, PhD ചെയ്യുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് സിസ്റ്റത്തെക്കാൾ കൂടുതൽ കുറച്ച് എളുപ്പമായിട്ടാണ് വിദേശത്തിലുള്ള PhD ടൈം ബൗണ്ടഡ് ആയിട്ട് തീരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് അവരിൽ ചില ആളുകൾ കുറച്ച് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്, അവരുടെ സംശയങ്ങളൊന്ന് ദൂരീകരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ റിസർച്ചിലേക്ക് ഏത് കാലഘട്ടത്തിൽ എത്തുന്നത്? താങ്ക് യു ഫോർ യുവർ ഇൻവിറ്റേഷൻ. ഞാൻ MSc ടെക്, അത് മാസ്റ്റേഴ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി കോഴിക്കോട് NITയിലാണ് ചെയ്തത്. ആ സമയത്താണ് എനിക്ക് പിന്നെ റിസർച്ചിനോടുള്ള താല്പര്യവുമൊക്കെ വന്നു തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റിസർച്ചിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂരിലെ CV രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രോജക്റ്റ് സ്റ്റുഡൻ്റായി ഒരു വർഷം ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തു. ബേസിക്കലി ഐ വാസ് ടെസ്റ്റിംഗ് മൈസെൽഫ് വെദർ ഐ ക്യാൻ ഡു റിസർച്ച് ഓർ നോട്ട്. അങ്ങനെ അവിടെ ഞാൻ പ്രൊഫസർ റജി ഫിലിപ്പിൻ്റെ കീഴിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ കുറച്ച് 4-5 റിസർച്ച് പബ്ലിക്കേഷൻസ് എനിക്ക് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ കൂടെ പബ്ലിഷ് ചെയ്യാൻ പറ്റി. സോ ദെൻ ഐ ഡിസൈഡ് ഓക്കെ ഐ ക്യാൻ ഡു സയൻസ്, ഐ ക്യാൻ ബി എനി സയൻറ്റിസ്റ്റ്. അപ്പോൾ ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കൈൻഡ് ഓഫ് ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയിരിക്കെ കുറച്ചെല്ലാം ഒരു എക്സ്പീരിയൻസൊക്കെ ആയ സമയത്ത് ഞാൻ ചിന്തിച്ചു, വൈ കാൻറ്റ് ഡു എ PhD അബ്രോഡ് ദാൻ ഡൂയിങ് ഇറ്റ് ഇൻ ഇന്ത്യ. ആ സമയത്ത് ഞാൻ എൻ്റെ CV രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുകയും അങ്ങനെ അവരുടെ ഒരു എക്സ്പീരിയൻസൊക്കെ ചോദിച്ചറിയുക. അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസേഴ്സ് മിക്ക ആളുകളും PhDയോ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പോ പുറം രാജ്യങ്ങളിൽ പോയി എടുത്തു വന്നവരാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുകയും അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നെ മാക്സിമം ഗൂഗിളും ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസൊക്കെ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ ഒരുപാട് നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു PhD അപ്ലിക്കേഷൻ അയക്കുമ്പോൾ പാലിക്കേണ്ടതും അതുപോലെ തന്നെ ഉണ്ടാവേണ്ടതുമായ പല ക്വാളിഫിക്കേഷൻസും ക്വാളിറ്റീസൊക്കെ ഗെയിൻ ചെയ്യാനുള്ള ഒരു പുറപ്പാടില്ല. അതായത് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുക, അതുപോലെ തന്നെ മാക്സിമം റിസർച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. അതായത് ഈ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടായിരുന്നു? പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് അത് എന്നെ സംബന്ധിച്ച് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ്. എന്നെ സംബന്ധിച്ച് അത് ഇറ്റ് ടുക്ക് 1 year ടു ഗെറ്റ് പ്രോപ്പർ അപ്ലിക്കേഷൻ ബാഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു CV-യും നല്ല ഒരു റിസർച്ച് പ്രപ്പോസലും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ എന്നെ സംബന്ധിച്ച് 1 വർഷം എടുത്തു. എന്നാൽ എൻ്റെ കൂട്ടുകാർ തന്നെ അവർക്ക് 6 മാസം കൊണ്ടും 2 മാസം കൊണ്ടൊക്കെ പല സ്ഥലങ്ങളിലോട്ടും PhD അഡ്മിഷൻ കിട്ടിയ ആളുകളുണ്ട്. പക്ഷേ ഇറ്റ് ടുക്ക് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് മിനിമം ലൈക്ക് 10 months ഇൻ മൈ കേസ്. കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ എസ്പെഷ്യലി മലപ്പുറം ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഏത് രൂപത്തിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഞാൻ വളരെ ഒരു റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് തന്നെ ബേസിക്കലി ഫാമിലിയുടെ ഭാഗത്തിൽ നിന്ന് ഇതിന് വേണ്ട ഒരു സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരതിനെ എതിർത്തിട്ടൊന്നുമില്ല. ബേസിക്കലി എല്ലാ ഒരു വില്ലേജ് ഉള്ള പാരൻസിനെയും പോലെ അവർക്കും ഒരു പെട്ടെന്നൊരു ജോലി കിട്ടുന്ന
ഒരു മേഖലയിലേക്ക് ഞാൻ തിരിയണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ അവരെ ഞാൻ കൺവിൻസ് ചെയ്തു, ഇത് നല്ലൊരു മേഖലയാണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് നല്ല ഒരു ലൈഫ് സ്റ്റൈൽ പോസിബിൾ ആണ് എന്ന് ഞാൻ അവരെ കൺവിൻസ് ചെയ്തു. ആൻഡ് ദേ വർ ഹാപ്പി ആൻഡ് നൗ ദേ ആർ ഓൾസോ ഹാപ്പി സ്റ്റിൽ. യെസ്, അതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു തങ്ങളുടെ വാക്കുകൾ മനസ്സിലാവുന്നത്, നമ്മൾ എവിടെയാണ് എന്നുള്ളതല്ല, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ കൂടെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ചില സംശയങ്ങളുണ്ട്. അവർക്കും ഈ വിദേശത്ത് പോയി പഠിക്കാൻ താല്പര്യപ്പെട്ടുള്ള ആളുകളാണ്. അവരുടെ സംശയങ്ങളൊന്ന് കേട്ടോ. പ്ലീസ്. ഹായ് സർ, ഐ എം സെമീൻ അജാദ്. നമ്മളിപ്പോൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അവിടേക്ക് വേണ്ട എലിജിബിലിറ്റീസ് ആണ്. ഇപ്പം US യൂറോപ്പിലൊക്കെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്പ് കൺട്രീസ് പഠിക്കുമ്പോൾ അവിടേക്ക് വേണ്ട ബേസിക് എലിജിബിലിറ്റീസ് എന്താണ്? അപ്പോൾ അതിന് വേറെ എൻട്രൻസ് എക്സാംസ് ഉണ്ടോ? അതൊക്കെ എന്താണ്? ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ദ എലിജിബിലിറ്റീസ് എന്താണ് എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ കൺട്രീസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ ബാച്ചിലേഴ്സിനാണ് പോകുന്നതെങ്കിൽ US മെയിനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് സാറ്റ് എക്സാമാണ്. സാറ്റ് പ്ലസ് JEE അഡ്വാൻസ്ഡിലുള്ള ടോപ്പ് മാർക്ക്. നമ്മൾ പിന്നെ മാസ്റ്റേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ പൊതുവേ നമ്മൾ യൂറോപ്പിലോട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ അവിടേക്ക് ഒരു സ്പെഷ്യലായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് ഇന്ത്യയിൽ ചെയ്യുന്ന ആളുകൾ മാക്സിമം എക്സ്പീരിയൻസ്, നമ്മളൊരു സയൻസിലാണ് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നതെങ്കിൽ ബാച്ചിലർ ചെയ്യുമ്പോൾ BTechോ BScയോ BSO ചെയ്യുമ്പോൾ മാക്സിമം ഒരു റിസർച്ച് എക്സ്പോഷർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഏറ്റവും വളരെ പോസിറ്റീവായ ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എലിജിബിലിറ്റീസ് ബേസിക്കലി അവർ പൊതുവെ നമ്മൾ ഇവിടുത്തെ ബാച്ചിലർ ഡിഗ്രി ആണ് ബേസിക് എലിജിബിലിറ്റി. അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് മാർക്കും. പിന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ എക്സ്ട്രാ അക്കാഡമിക്കിൽ നിന്ന് മാറി നിന്നിട്ടുള്ള എക്സ്പീരിയൻസുകളും വോളണ്ടറി തിങ്ങുകളൊക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷന് മാറ്റേഴ്സ് ചെയ്യും. അല്ലാണ്ട് നമ്മളെ ഇന്ത്യയിലുള്ള പോലെ ഒരു എൻട്രൻസ് എക്സാം സിസ്റ്റം പൊതുവേ ഇല്ല. കാരണം യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലെ മാസ്റ്റേഴ്സ് എല്ലാം ഒരു 90% മാസ്റ്റേഴ്സ് കോഴ്സുകളും അല്ലെങ്കിൽ PhDയും വളരെ പ്യുവർ റിസർച്ച് ഓറിയൻറ്റഡ് ആണ്. അല്ലാതെ ക്ലാസ്സുകളൊന്നും അധികമില്ലാത്ത പിന്നെ പാർട്ട് ടൈം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, വല്ലാണ്ടൊരു എൻട്രൻസ് എക്സാമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്രൈറ്റീരിയ ഒന്നും അതിനില്ല. നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റിയുടെ മിനിമമായ CGPAയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിലാണ് നിങ്ങൾ വെദർ യു ആർ ഇൻ ഓർ ഔട്ട് എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സ്. താങ്ക് യു സാർ. ഞാൻ ചോദിക്കട്ടെ, സംശയം ദൂരീകരിച്ച് തോന്നുന്നു. എന്തുകൊണ്ട് സ്പെയിൻ എന്നുള്ള ഒരു ഇതുണ്ടായി? കാരണം ഞാൻ മനസ്സിലാക്കുന്ന ബാംഗ്ലൂരിലുള്ള പ്രൊജക്ട് ഫെലോഷിപ്പിന് ശേഷമാണ് അവിടെ നിന്നാണല്ലോ സ്പെയിൻ എന്നുള്ള അല്ലെങ്കിൽ പുറത്ത് പഠിക്കുക എന്നുള്ള ഒരിതും മുളക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സ്പെയിനിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് ഏകദേശം ഒരു 6 or 7 ഫെലോഷിപ്പുകൾ കിട്ടിയിരുന്നു PhD ചെയ്യാൻ. മറ്റേ ഈസ്റ്റ് യൂറോപ്പിലെ എസ്തോണിയ മുതൽ ഇങ്ങോട്ട് ഹിരോഷിമ യൂണിവേഴ്സിറ്റി ജപ്പാനിലുള്ളത്, അവിടുന്ന് സിഡ്നി യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലും, പിന്നെ ഇറ്റലിയിലെ കുറച്ച് യൂണിവേഴ്സിറ്റികളും, പിന്നെ സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ഓട്ടോണോമ ഡെ മാഡ്രിഡിലുള്ള യൂണിവേഴ്സിറ്റി. ഇതൊക്കെ വന്നപ്പോൾ ബേസിക്കലി ഐ വാസ് കൺഫ്യൂസ്ഡ് വിച്ച് വൺ ഐ ഷുഡ് സെലക്ട്. അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യാൻ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച 2 ക്രൈറ്റീരിയകൾ. ഒന്ന് ടോപ്പിക് ഓഫ് ദ റിസർച്ച്, അത് എനർജിയുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ലോകത്തിൽ ഇപ്പോൾ വൺ ഓഫ് ദ ഡിമാൻഡിങ് തിങ് ആണ് എനർജി. നമുക്ക് എനർജി ക്രൈസിസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനർജിക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. സെക്കൻഡ് തിങ് വാസ് ഈ പ്രോജക്റ്റ് ഫണ്ട് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനാണ് വിത്ത് എ മേരി ക്യൂറി ഫെലോഷിപ്പ്. മേരി ക്യൂറി ഫെലോഷിപ്പ് ബേസിക്കലി വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഫെലോഷിപ്പ് ഇൻ ദ വേൾഡ്. ആൻഡ് അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇയർലി യൂറോപ്യൻ യൂണിയൻ അവാർഡ് ചെയ്യുള്ളൂ. അതുകൂടാതെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെയ്ഡ് ഫെലോഷിപ്പ് ഇൻ ദ വേൾഡ് ഫോർ PhD സ്റ്റുഡൻറ്റ്സ്. സോ then I took this opportunity to flew to Madrid. ഹലോ സർ, എൻ്റെ പേര് ആഷിഖ് ഷബീൻ.
സർ ഇപ്പോൾ പറഞ്ഞു യൂറോപ്പിലുള്ള ഇതിനെ കുറിച്ച് മാസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടറൽ ഡിഗ്രീസിനെ കുറിച്ച്. സോ ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് കൺട്രീസ്, ജർമ്മനി പോലത്തെ കൺട്രീസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് നമുക്ക് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൂടുതലായിട്ട് ആളുകൾ പോകുമ്പോൾ 10, 15, 20 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഈ അതായത് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രീസിനൊക്കെ പോകാൻ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ എന്താണ് വരും? ഈ എസ്പെഷ്യലി പുള്ളിക്കാരൻ ചോദിച്ച ചോദ്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിങ് ഉണ്ട്. ജർമ്മനി ഈ അടുത്ത കാലത്തായിട്ട് ഫോറിൻ നാഷണൽസിനെ വളരെ അട്രാക്റ്റീവായ രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അവിടെ പഠിക്കാൻ. പുള്ളിക്കാരൻ ഉയർത്തിയ ഒരു കൺസേൺ എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ പലപ്പോഴും വളരെ ഹെവി ഫീസ് അവരുടെ സർവീസ് ചാർജായിട്ട് ഈടാക്കാറുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 2010 ആണ് ഞാൻ എൻ്റെ PhD വേണ്ടി തയ്യാറെടുക്കുന്നത്. 2011 ഞാൻ PhD വേണ്ടി ഇവിടുന്ന് പോയത്. ഞാൻ ആകെ പേ ചെയ്ത പൈസ എന്ന് പറയുന്നത് ഏകദേശം 5000-നും 6000-നും ഇടയിലുള്ള ഇന്ത്യൻ റുപ്പീസാണ് ആകെ എനിക്ക് വിസ ഫീ ആയി വന്നത്. അത് എംബസിയിൽ മുംബൈയിലെ സ്പാനിഷ് കോൺസുലേറ്റിൽ ഞാൻ കൊടുത്തൊരു പൈസ ഡയറക്റ്റായിട്ട് ഞാൻ അവിടെ പോയി കൊടുത്തു. പിന്നെ ചില കേസുകളിൽ നമ്മൾ ബാച്ചിലേഴ്സൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ഫെലോഷിപ്പ് ഇല്ലാതെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണിക്കേണ്ടി വരും. പക്ഷേ ഈ മാസ്റ്റേഴ്സും PhD ഒക്കെ നോർമലി 100% ഫണ്ടഡ് ബൈ ഓരോ കൺട്രീസാണ്. അതായത് ഒന്നെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്പെക്റ്റീവ് കൺട്രീസ്, സ്പെയിനോ നോർവേയോ ഫിൻലാൻഡോ ജർമ്മനിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരം കേസുകളിൽ നോർമലി നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിലോട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രൊഫസറോടോ നിങ്ങൾ ഇമെയിൽ അയച്ച് നിങ്ങളുടെ CV-യും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമെല്ലാം ആപ്ലിക്കേഷൻ പാക്കറ്റെല്ലാം അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പാസ്സായാൽ നോർമലി അവരൊരു മിനിമം പേ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാനുള്ള, ബേസിക് ആയിട്ട് ജീവിക്കാനുള്ള നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള ഒരു പൈസ പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങൾ തരും. പക്ഷേ UK-യും അമേരിക്കയും ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഫീ കൂടി അടക്കേണ്ടത് കൊണ്ട് ചില സമയത്ത് നിങ്ങളുടെ സ്കോളർഷിപ്പ് നിങ്ങളെ ഫീ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ലിവിങ് എക്സ്പെൻസ്, അതായത് നിങ്ങളുടെ താമസവും നിങ്ങളുടെ ഭക്ഷണവും നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം നിങ്ങൾ പാർട്ട് ടൈം ജോബ് എടുത്ത് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത്തരം രാജ്യങ്ങളിൽ UK അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയ UK, ഓസ്ട്രേലിയ, USA, കാനഡ ഇവിടെയൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാടാണ്. അപ്പം അതും ഒരു പോസിബിലിറ്റിയാണ്. പക്ഷേ യൂറോപ്പിൽ പൊതുവേ നല്ലൊരു ശതമാനം യൂണിവേഴ്സിറ്റികളും നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു എക്സ്പെൻസസ് അവർ മീറ്റ് ചെയ്യും. ആൻഡ് ഫീസ് ആർ വെരി ലോ, ലൈക്ക് 10,000 റുപ്പീസൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 20,000-25,000 റുപ്പീസൊക്കെ ഓരോ സെമസ്റ്ററിൽ ഫീ ആയി വരുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി നോർമലി കവർ യുവർ എക്സ്പെൻസസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. എൻ്റെ പേര് റജി നഷാദ്. ഈ അബ്രോഡായി പഠിക്കുമ്പോൾ IELTS, TOEFL പോലുള്ള എക്സാം ഇത് കമ്പൽസറി ആണോ? ഇത് കമ്പൽസറി ആണെങ്കിൽ തന്നെ ആ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? ഇത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. അതായത് ബേസിക്കലി ഈ ടെസ്റ്റുകൾ മാൻഡേറ്ററി ആണ് ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ട് നിങ്ങൾ പോകുമ്പോൾ. അതായത് USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK ഇവിടെയൊക്കെ പോകുമ്പോൾ ഈ ടെസ്റ്റ് നിർബന്ധം. പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഈവൻ ജോലിക്ക് പോകുമ്പോൾ പോലും ഈ ടെസ്റ്റുകൾ നിർബന്ധമാണ്. പക്ഷേ യൂറോപ്പിൽ ബേസിക്കലി ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തത് കൊണ്ട്, എന്നാലോ മോസ്റ്റ് ഓഫ് ദി കേസ് അക്കാദമിക് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. എസ്പെഷ്യലി PhDക്ക് പൊതുവെ TOEFLോ അല്ലെങ്കിൽ IELTSO അതിന് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ അതുള്ളത് ഒരു എക്സ്ട്രാ ഫെദറാണ്. നിങ്ങൾക്ക് ഇത് അഡ്വാൻറ്റേജ് ഉണ്ടാവും, പക്ഷെ അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. ചില യൂണിവേഴ്സിറ്റികൾ ചിലപ്പോൾ IELTSോ TOEFLോ ചോദിച്ചേക്കാം. സംടൈം ദേ ആസ്ക് ഫോർ GRE എക്സാം ആസ് വെൽ. പിന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ TOEFL പൊതുവേ നമ്മുടെ ഇന്ത്യയിലുള്ളത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ്. അതായത് ഇൻ്റർനെറ്റ് വഴി നിങ്ങൾക്ക് നോർമലി 3-4 സെക്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ്,
നിങ്ങളുടെ ലിസണിങ് സ്കിൽസ്, ഇതൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റുകളായിരിക്കും. നിങ്ങൾക്കൊരു പാരഗ്രാഫ് വായിക്കാൻ പറയും, എന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത് നിങ്ങളുടെ റീഡിങ് സ്കിൽസ് നോക്കണം. അപ്പോൾ നിങ്ങളോടൊരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതാൻ പറയും, അത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിനെ ഇവാലുവേറ്റ് ചെയ്യലാണ്. നിങ്ങൾക്കൊരു ഓഡിയോ തരും, എന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങളുടെ ലിസണിങ് സ്കിൽസിനെ നോക്കാനുള്ള, ഇംഗ്ലീഷിലുള്ള ഓരോ സ്കിൽസ് നോക്കാനുള്ള ഓരോ ടെക്നിക്കാണ് ടോഫൽ ഉപയോഗിച്ചത്. മെയിൻലി ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിരിക്കും, കമ്പ്യൂട്ടർ വഴിയായിരിക്കും. IELTS ചിലത് ഇൻ്റർനെറ്റ് വഴിയും, എന്നാൽ ചില ലെറ്റ്സ് സ്പീക്കിംഗ് സ്കിൽസ് നിങ്ങളുടെ മുമ്പിൽ ഒരു നേറ്റീവ് സ്പീക്കർ ഇരിക്കുന്നുണ്ടാവും, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. റിലേറ്റീവ്ലി IELTS ഈസിയാണ്, എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷനിൽ. കാരണം നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ നാവ് കൊണ്ട് മാത്രമല്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാൾ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വഴിയും നടത്താം. പക്ഷെ രണ്ടിനും രണ്ടിൻ്റേതായ ഗുണങ്ങളുണ്ട്. ടോഫൽ ആൻഡ് IELTS ആർ ഗുഡ്. നിങ്ങൾക്ക് ചില യൂണിവേഴ്സിറ്റികൾ ഒരു പ്രിഫർ ചെയ്യുന്ന ടോഫൽ മാത്രമായിരിക്കും, ചില യൂണിവേഴ്സിറ്റികൾ IELTS മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നതനുസരിച്ച് വേണം നിങ്ങളിതിന് പ്രിപ്പയർ ചെയ്യാൻ. ഇത് നോർമലി എവറി മന്ത് ഓർ എവറി 2 months ഇതിൻ്റെ എക്സാംസ് ഉണ്ടാവും. റിലേറ്റീവ്ലി ക്വിക്കായിട്ട് റിസൾട്ടും വരും. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ കട്ട് ഓഫ് ലെവൽ ഉണ്ടാവും. ആ ലെവലിനനുസരിച്ചായിരിക്കണം നിങ്ങൾ പഠിക്കുക. ചിലർ പറയും 120ൽ നിങ്ങൾക്ക് 100 വേണം എന്നാലേ അഡ്മിഷൻ കിട്ടും. ചിലർ പറയും നിങ്ങൾക്ക് ജസ്റ്റ് 65 മതി അല്ലെങ്കിൽ 75 മതി. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റീസ് റൂൾസ്. നിങ്ങളുടെ ലെവൽ ഉയർത്തുകയോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ടോഫൽ എക്സാം. അടുത്ത ചോദ്യം. I'm Nazia. Basically, I have 2 questions. So, first one is, നമുക്ക് ഇന്ത്യയിൽ കുറേ കൺസൾട്ടിങ് ഏജൻസീസ് ഉണ്ട്. അതിൽ നമ്മൾ കൺസൾട്ടിങ് ഏജൻസീസ് ഇല്ലാണ്ട് ലൈക്ക് ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നും അത് ലൈക്ക് ഇസ് ഇറ്റ് മോർ ഡിഫിക്കൾട്ട് ഓർ നോട്ട്? That's my first question. Second one is, ഈ യൂറോപ്യൻ കൺട്രീസ് എത്രത്തോളം വിമൻ ഫ്രണ്ട്ലി ആണ്, എസ്പെഷ്യലി ഫോർ ഇന്ത്യൻ ഗേൾസ്? ഓക്കെ, റിക്രൂട്ടിംഗ് ഏജൻസീസിൻ്റെ ഹെൽപ്പ് എനിക്ക് തോന്നുന്നു അത് വേണ്ടതില്ല ഇക്കാലത്ത്. എസ്പെഷ്യലി 10 വർഷം മുമ്പെയാണ് ഞാൻ എൻ്റെ അഡ്മിഷന് വേണ്ടി നടക്കുന്നത്. ആ സമയത്ത് ഞാനൊരു ഏജൻസിയെയും ബന്ധപ്പെട്ടിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടും അതുപോലുള്ള സംഭവങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളുണ്ടാവും. ആ സ്റ്റാഫുകൾ വഴി നിങ്ങൾക്ക് വേണ്ട റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഉപയോഗപ്പെടുത്തും. അല്ലാണ്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിലെ മ്യൂണിക്കിലാണ് പഠിക്കാൻ താല്പര്യം, മ്യൂണിക് യൂണിവേഴ്സിറ്റിയിലെ മാക്സിമിലസ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പൊതുവെ ഫേസ്ബുക്കിൽ തീർച്ചയായും മ്യൂണിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിലെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെയും ഗ്രൂപ്പ് ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അതിൽ ജോയിൻ ചെയ്യുകയും അതിലൂടെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്താൽ കുറച്ചുകൂടി പ്രോപ്പറായ കിട്ടും. അതുപോലെ തന്നെ ഇത്തരം ഏജൻസികൾ അവരെ വേണമെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, പക്ഷേ അവർ ഈടാക്കുന്ന ഫീസ് വളരെ ഹെവിയാണ്. അത്രയൊന്നും അതിനാവശ്യമില്ല. എസ്പെഷ്യലി നമ്മൾ മാസ്റ്റേഴ്സിനും PhD ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണെങ്കിൽ എത്രത്തോളം ഗേൾസിന് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ടും സേഫായിട്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കാൻ എന്നുള്ളതിന് എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ്. എൻ്റെ ഭാര്യയും യൂറോപ്പിലാണ്, സ്പെയിനിൽ തന്നെയാണ് പഠിച്ചത്. നമ്മളൊരിക്കൽ പോലും പലപ്പോഴും 11 മണി 12 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിലെത്തുക രാത്രി. ഒരിക്കൽ പോലും അവളൊറ്റക്കോ അല്ലെങ്കിൽ ഞാനൊറ്റക്കോ ഞങ്ങൾ 2 പേർ ഒരുമിച്ചോ നടക്കുമ്പോൾ നമ്മളൊരിക്കൽ പോലും നമ്മളൊരു അറ്റാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പോലും നമ്മുടെ മനസ്സിൽ വരാത്ത രീതിയിൽ സേഫാണ് മിക്ക യൂറോപ്യൻ സിറ്റികളും. ചില റൂറൽ ഏരിയകളിൽ മാത്രമേ ഈ നിയോ നാസിസും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഉള്ളൂ. അതും വളരെ നമുക്കൊരു 95% സൂപ്പർ സേഫ് എന്ന് പറയാം. ചില വളരെ വളരെ ലോ ആയിട്ടുള്ളൊരു പെർസെൻറ്റേജ് മാത്രമാണ് നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്.
അത് ഇന്ത്യൻസ് ആയാലും ഫോറിനേഴ്സ് ആയാലും മീൻസ് നോൺ ഇന്ത്യൻസ് ആയാലും എല്ലാം ഉള്ളത്. എസ്പെഷ്യലി ഞാനൊരു എക്സാമ്പിൾ കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും സേഫാണ് ഒരു പെൺകുട്ടിക്ക് ലണ്ടനിൽ നിന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ മ്യൂണിക്കിൽ നിന്ന് പഠിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസിൻ്റെ പേര് പറയാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. കാരണം ഒരു പാരൻസിൻ്റെ പൊതുവെയുള്ള ഒരു കൺസേൺ ആണ്, എങ്ങനെയാണ് ഇപ്പോൾ വിദേശത്തൊക്കെ പറഞ്ഞയക്കുമ്പോൾ അവർ എത്രത്തോളം സേഫാണ് എന്നൊക്കെ അറിയാത്ത രൂപത്തിലുള്ളതാണ്. അപ്പോൾ അവർക്ക് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകുന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടാണത്. കാരണം 95% സൂപ്പർ സേഫ് എന്ന് പറയുന്ന ഒരു സോൺ, പ്രത്യേക സോൺ തന്നെ ഉള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ലൈക്ക് ഇപ്പോൾ വൈഫും എവിടെയാണെന്ന് പറഞ്ഞു. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് പൊതുവെ? എനിക്കൊരു ബ്രദറും 3 സിസ്റ്റേഴ്സുമാണ്. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. എൻ്റെ ബ്രദർ നാട്ടിലൊരു ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ലെക്ചറാണ്. സിസ്റ്റേഴ്സ് ചില നോർമൽ ലെവൽ, ലോ പ്രൈമറി ലെവൽ ടീച്ചിങ്ങുമായിട്ട് കം ഹൗസ് വൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ട്രഡീഷണൽ മലയാളി വീട്ടമ്മമാരുടെ ലൈഫുമായി. ടിപ്പിക്കൽ മലയാളി. അതെ ഓക്കെ. അതെ. വൈഫ് അവിടെ സയൻറ്റിസ്റ്റായി വർക്ക് ചെയ്യണം? വൈഫ് ബേസിക്കലി മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് സ്പെയിനിലോട്ട് വരുന്നത്. അപ്പോൾ അതിന് ശേഷം അവളുടെ മാസ്റ്റർ തിസീസ് ചെയ്തത് തിയറട്ടിക്കൽ ഫിസിക്സിലാണ്. അത് സ്പെയിനിലായിരുന്നു ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കാലമൊക്കെ അവിടെ തന്നെ റിസർച്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫാമിലി മൊത്തം ഇങ്ങോട്ട് പിന്നെ സൗദി അറേബ്യയിലോട്ട് മൂവ് ചെയ്തപ്പോൾ അവൾക്ക് സൗദി അറേബ്യയിൽ ഒരു ജോലി കിട്ടുകയും ബയോഫിസിക്സിൽ ജോലി കിട്ടുകയും അങ്ങനെ തൽക്കാലം ഇപ്പോൾ ഒരു റിസർച്ച് ജോബാണ്. ബട്ട് ഷീ ഈസ് നോട്ട് ലൈക്ക് റിസർച്ച് സ്റ്റുഡൻറ്റ് ഓർ ഡൂയിങ് സം റിസർച്ച്. ബട്ട് ഒരു പ്ലാന്റ് സയൻസുമായി ബന്ധപ്പെട്ട ചില സപ്പോർട്ടിംഗ് ആയ ജോലികൾ ചെയ്യുന്ന വർക്കിലാണ് ഇപ്പോൾ അവൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുറേ കൂടി ചോദ്യങ്ങൾ വരാനുണ്ട്. ഇവരുടെ സംശയങ്ങൾ ഒന്നുകൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും വരാം. അതിനുള്ള ആൻസർ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ലീഗലൈസ് ചെയ്യണമെന്ന പ്രൊസീജിയർ ഓരോ ഫോറിൻ രാജ്യത്തോട്ടും ജോലിയിലോട്ടോ അല്ലെങ്കിൽ പഠിക്കാനോ പോകുമ്പോൾ നിർബന്ധമായി വേണം. ഈവൻ നമ്മുടെ നാട്ടിലെ ആളുകൾ ഗൾഫിലോട്ട് പോകുമ്പോൾ പോലും, ജോലിക്ക് വേണ്ടി പോകുമ്പോൾ പോലും ഈ ലീഗലൈസേഷൻ നമ്മൾ നോർക്ക വഴി നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ഫോറിൻ രാജ്യങ്ങളായിട്ട് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും വേണ്ട പ്രൊസീജിയർ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഫസ്റ്റ് നമ്മൾ നോർക്ക വഴി, ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് റീജിയനുള്ള ആളുകളാണെങ്കിൽ കോഴിക്കോട്ടുള്ള നോർക്ക വഴി, എറണാകുളത്താണെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള നോർക്കയുടെ ഓഫീസിൽ പോയിട്ട് ആദ്യം നമ്മളത് ഓതൻറ്റിക്കേഷൻ എന്ന പ്രൊസീജിയർ ഉണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിലെ റെസ്പെക്റ്റീവായ ഏറ്റവും നിയറസ്റ്റ് ആയ പ്ലേസ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലമല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്ഥലം. ഇപ്പോൾ നിങ്ങൾ കുസാറ്റിലാണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് എറണാകുളത്തെ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ പോയിട്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളും നിങ്ങളുടെ 10ാം ക്ലാസ് മുതലുള്ള എല്ലാ മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഡൽഹിയിലാണ് അവരുടെ മെയിൻ ഓഫീസ്, അല്ലെങ്കിൽ ചെന്നൈയിലും അവർക്ക് ഹൈദരാബാദിലൊക്കെ ബ്രാഞ്ചുകളുണ്ട്. ഒഫീഷ്യലായിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു സ്റ്റാമ്പ് വേണം. അത് റിലേറ്റീവ്ലി ഫാസ്റ്റ് പ്രൊസീജിയറാണ്. 1 or 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റൽ അയക്കാനും കിട്ടും, അല്ലെങ്കിൽ ഡയറക്റ്റ് പോകണമെങ്കിൽ രാവിലെ പോയാൽ വൈകുന്നേരം നമ്മൾ സ്റ്റാമ്പ്. ഇതിൻ്റെ ഫീസ് ആകെ 50 രൂപയോ മറ്റേ ഉള്ളൂ, അതിൻ്റെ സ്റ്റാമ്പിങ് ഫീ. നോർക്കയിൽ മറ്റോ ചെറിയ ഫീയേ ഉള്ളൂ. ഇത് ആണ് മെയിനായിട്ട് വേണ്ടത്. ഈ പ്രൊസീജിയറിന് പറഞ്ഞ പേര് അപ്പോസ്റ്റിലെ എന്നാണ്. അപ്പോസ്റ്റിലെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൺവെൻഷനിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി, ഈ അപ്പോസ്റ്റിലെ സിഗ്നേച്ചർ ഉണ്ടായാൽ നിങ്ങൾക്ക് ഇത്രയും രാജ്യങ്ങളിൽ പഠിക്കാനുള്ള പെർമിഷൻ, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയറിൻ്റെ പേരാണ് അപ്പോസ്റ്റിൽ. ആ സ്റ്റാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ഫോർ ലൈക്ക് മോർ ദാൻ 100 കൺട്രീസ്. മെയിൻലി എല്ലാ യൂറോപ്യൻ കൺട്രീസും ഇത് കവർ ചെയ്യും. അപ്പോൾ ഇതിനും ഇവിടെ നാട്ടിൽ ഏജൻസികളുണ്ട്. അപ്പോൾ ഏജൻസികൾ വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ 50 രൂപക്ക് ചെയ്യുന്ന കാര്യം, 50 രൂപയാണ് ഇതിൻ്റെ ഈ ഫീ, സ്റ്റാമ്പിങ് ഫീ. അത് പലപ്പോഴും 5000 രൂപയും 10000 രൂപയിലോട്ടൊക്കെ എത്താം. ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഏജൻസികൾ ഉപയോഗിച്ചു ചെയ്യുന്ന ആളുകളുണ്ട്, ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു ഇൻഫർമേഷനാണ്. കാരണം നമ്മളെ ഈ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന അതൊരു ബിസിനസ്സിൻ്റെ ട്രിക്ക് തന്നെയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ,
ഈ റിസർച്ചിലേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2011-12 കാലഘട്ടം മുതൽ 19 വരെ ഒരു 6-7 വർഷം കംപ്ലീറ്റ് റിസർച്ചിലായിരുന്നല്ലോ. അപ്പം ഇതിനിടയ്ക്ക് ഒരു ഈ ത്രില്ലിംഗ് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കപ്പിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഹാഡ്. ഞാൻ MSc കോഴിക്കോട് NIT നിന്ന് കഴിഞ്ഞു. ബാംഗ്ലൂരിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ഐ വാസ് നോട്ട് ഷുവർ മൈസെൽഫ്, ഞാനൊരു സയൻറ്റിസ്റ്റ് ആവാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയത്തിലായിരുന്നു ഞാൻ. അങ്ങനെ എനിക്കൊരു പ്രൊജക്റ്റ് എൻ്റെ മാസ്റ്റർ തീസിസ് സൂപ്പർവൈസർ തരികയും അങ്ങനെ ഞാൻ ആ ലാബിൽ ഒരു പുതിയ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ടാക്കുകയും ബേസിക്കലി അത് എൻ്റെ മുമ്പ് കുറച്ച് ആളുകൾ ചെയ്തിട്ട് പരാജയപ്പെട്ട സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ചെയ്യുകയും ചെയ്തപ്പോൾ ബേസിക്കലി എവ്രി വൺ വാസ് സർപ്രൈസ്ഡ്, ഹൗ കം ദിസ് ഗൈ ഡിഡ് ദാറ്റ് എന്നൊരു ഫീലിംഗ് വരികയും അങ്ങനെ ബേസിക്കലി അതിനെനിക്ക് വലിയൊരു അപ്രീസിയേഷൻ കിട്ടുകയും അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനിലായ ഒരു സംഭവമായിരുന്നു. എസ്പെഷ്യലി നമ്മൾ വളരെ റിസർച്ച് എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾ പോയിട്ടൊരു എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഉണ്ടാക്കുന്നൊരു സ്വാഭാവികമായൊരു സർപ്രൈസ് കം മോട്ടിവേഷൻ. പ്രത്യേകിച്ച് ആ ലാബിൽ നിന്ന് കിട്ടിയ കുറേ ഇൻപുട്ടുകളൊക്കെ എൻ്റെ ലൈഫിൽ എല്ലായിടത്തും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. പിന്നെ സംഭവങ്ങൾ പിന്നെ ഞാൻ PhDക്ക് പോവുകയും PhDയിൽ ഒരുപാട് വ്യത്യസ്തമായ തലങ്ങളിലുള്ള റിസർച്ച് നടത്തുമ്പോഴുണ്ടാകുന്ന ചില ബ്രേക്ക് ത്രൂ ആയ കാര്യങ്ങളുണ്ട്. നമ്മൾ ലോകത്താരും ഇതുവരെ കണ്ടെത്താത്ത കാര്യങ്ങൾ നമ്മൾ ആ നിമിഷം ആ ലാബിൽ നിന്ന് ചെയ്യുമ്പോൾ ഓക്കെ ഈ റിസൾട്ട് ദിസ് ഈസ് അമേസിങ്, ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് എന്നൊരു ഫീലിംഗ് പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. അതൊരു എൻ്റെ മാത്രം എഫേർട്ടിൻ്റെ ഭാഗമല്ല, എൻ്റെ കൊളീഗ്സും എൻ്റെ പ്രൊഫസറും എൻ്റെ കൂടെയുള്ളവരൊക്കെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കളക്റ്റീവായിട്ട് കൊളാബറേഷൻ നടത്തി കിട്ടുന്ന റിസൾട്ട് ഉണ്ടാകുന്ന ഹാപ്പിനെസ് അത് വളരെ നമ്മുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ട്. അതുപോലെ നമ്മൾ സയൻസിനെ മാക്സിമം പുഷിങ് ടു ദ ലിമിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ലിമിറ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീണ്ടും ഫർദർ റിസർച്ച് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ പലപ്പോഴും ഇത്തരത്തിലുള്ള നമുക്ക് സർപ്രൈസുകൾ അല്ലെങ്കിൽ നമ്മളെ ഫൈൻഡിങ്സ് ഉണ്ടാവുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. താങ്ക് യു. ഇനിയുണ്ട് ചോദ്യങ്ങളുണ്ട് 2-3. ഇപ്പോൾ ഈ അബ്രോഡിൽ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം അവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് അവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് കിട്ടുമോ, അഥവാ അവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ജോലി കണ്ടുപിടിക്കാനുള്ള കുറച്ച് പീരീഡ് അവിടെ കിട്ടും, അത് ഉടൻ തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്, അത് അവിടെ ടൈം കിട്ടുമെന്നുണ്ട്? എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സമയം അവർ കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന്. എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ 6 മാസം മുതൽ 1 വർഷം വരെ കൊടുക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്പിൽ ഒരു സംഭവമാണ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സാലറി കിട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം അവർ ടാക്സ് ആയിട്ട് പിടിക്കും. പക്ഷേ നിങ്ങൾക്ക് സഡൻലി നിങ്ങളുടെ ജോബ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം തീരുകയോ നിങ്ങൾക്കൊരു 1 വർഷം കൂടി അവിടെ നിൽക്കണം എന്നുള്ള നോർമലി വിസ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ പഠനം കഴിഞ്ഞിട്ട് 1.5 വർഷം വാലിഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പക്ഷേ സ്റ്റൈപ്പൻഡ് ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ഏജൻസിയെ സമീപിക്കുകയും അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന സാലറിയുടെ 70% വരെയുള്ള പൈസ നിങ്ങൾക്ക് ഫ്രീ ആയി തരും 1 വർഷം വരെ. അത് നിങ്ങൾക്ക് പിന്നെ ആ സമയം കൊണ്ട് പുതിയൊരു ജോലി കണ്ടെത്താനുള്ള ഒരു ഫെസിലിറ്റിയാണത്. അത് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഈ പൈസ ഓഫർ ചെയ്യാറുണ്ട്. പിന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, അത് നിങ്ങൾ PhD ആണ് ചെയ്യുന്നതെങ്കിൽ പൊതുവെ 2 തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നമുക്കുള്ളത്. ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും കമ്പനികളിൽ ജോലിക്ക് കയറുക, അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ചിൽ മുൻപോട്ട് പോയി പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് എടുത്ത് റിസർച്ച് സയൻറ്റിസ്റ്റായി ഫാക്കൽറ്റിയായി അങ്ങനെ സീനിയർ പ്രൊഫസറായി ആ ഒരു ലൈഫ്. നമ്മുടെ നാട്ടിലുള്ളത് പോലെ ക്യാമ്പസിലോട്ട് വലിയ സന്നാഹവുമായി വന്ന് ഇൻ്റർവ്യൂ നടത്തുന്ന സിസ്റ്റം പൊതുവെ യൂറോപ്യൻ ക്യാമ്പസുകളില്ല. പക്ഷേ ബാച്ചിലർ സ്റ്റഡീസിനുണ്ടായിരിക്കാം. പക്ഷെ മാസ്റ്റേഴ്സും PhDയും കഴിഞ്ഞ ആളുകൾ സ്വന്തമായിട്ട് കമ്പനികൾക്ക് അപ്ലിക്കേഷൻ അയക്കുകയും അങ്ങനെ അവർ നിങ്ങളെ നോർമലി ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിഗ് സിറ്റിയിലാണ് താമസിക്കുന്നെങ്കിൽ അവർ അവരുടെ ബ്രാഞ്ച് ഓഫീസിലോട്ടോ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടോ വിളിച്ച് നിങ്ങളെ പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തും. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുകയും ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ക്യാമ്പസ് ഇൻ്റർവ്യൂ പൊതുവേ അവിടെ അത്രത്തോളം കോമൺ അല്ല. ബട്ട് നോർമലി അവിടെ പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതായത് ഒരു 95% ആളുകൾക്കും
അവിടെ ഏതെങ്കിലും കമ്പനികളിൽ ജോലി കിട്ടും. ഈ ഇതിൻ്റെ ഇടയിൽ ടാക്സിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ ടാക്സ് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കോളർഷിപ്പ് ഉണ്ടാകും, പഠിക്കുന്ന ശേഷം എംപ്ലോയ്മെൻ്റ് ആകും, സാലറി ഉണ്ടാകും. ഈ രണ്ട് ഇതിനും ടാക്സ് അപ്ലിക്കബിൾ ആണോ അവിടെ? ചില രാജ്യങ്ങൾ PhD സ്റ്റുഡൻസിനെ സ്റ്റൈപ്പൻഡിന് പകരം സാലറിയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻ്റായി കൺസിഡർ ചെയ്യാത്ത രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പലപ്പോഴും ഇവർക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡിന് ടാക്സ് നിർബന്ധമായപ്പോൾ ചില രാജ്യങ്ങൾ അവർക്ക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടാക്സ് ഫ്രീ ആയിരിക്കും. പക്ഷേ ഈ ടാക്സ് ഫ്രീ ആണെങ്കിലും ടാക്സ് ഉള്ളതാണെങ്കിലും ഇൻ ദ എൻഡ് കിട്ടുന്ന പൈസ ഏകദേശം സെയിം ആയിരിക്കും. ഒരു PhD സ്റ്റുഡൻറ്റിന് യൂറോപ്പിൽ കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ മാസം 1000 യൂറോ മുതൽ 1200 യൂറോ വരെയാണ്. ചിലപ്പോൾ ജർമ്മനിയിൽ അത് 1500 യൂറോ വരെ ആവും. പക്ഷേ സ്റ്റൈപ്പൻഡ് ടാക്സ് ഇല്ലാതെ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തം ഗ്രോസ് സാലറിയിൽ ഇടിവുണ്ടാവും. പക്ഷെ നിങ്ങൾ കിട്ടുന്ന പൈസ ഇൻ ദ എൻഡ് ഈ ടാക്സ് കൊടുക്കുന്ന സ്റ്റുഡൻറ്റിനും ടാക്സ് കൊടുക്കാത്ത സ്റ്റുഡൻറ്റിനും ഏകദേശം സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു PhDയിൽ ഓഫർ ലെറ്റർ കിട്ടുകയും അവർ ഓഫർ ലെറ്റർ പറയും നിങ്ങൾക്ക് ബേസിക്കലി 30,000 യൂറോ ഒരു വർഷം സാലറി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ പെട്ടെന്ന് ഡിവൈഡ് ബൈ 12 നോക്കുമ്പോൾ അത് 2500 യൂറോ ആണ് മാസം. 2500 യൂറോ നമ്മൾ മാസം നോക്കുമ്പോൾ അത് ഏകദേശം 2 ലക്ഷം രൂപയിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 2 ലക്ഷം രൂപയിൽ കൂടുതൽ സാലറി ഉള്ള നമ്മൾ ടാക്സിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. നമുക്ക് അവിടെ അപ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ എന്തെല്ലാം ചിലവ്, അപ്പോൾ മാക്സിമം പറയും ഒരു 1000 യൂറോ കൊണ്ട് മാക്സിമം തീരും, ബാക്കി 1500 യൂറോ നിങ്ങളുടെ സേവിങ്സ് ആണ്. പക്ഷെ അതല്ല, അത് നിങ്ങളുടെ ഗ്രോസ് സാലറിയാണ്. അതിനുശേഷം പൊതുവേ ഈ 30,000 യൂറോ നിങ്ങളുടെ സാലറിയിൽ നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ ദ എൻഡ് കിട്ടൽ ഏകദേശം 12,000 യൂറോ അല്ലെങ്കിൽ 14,000 യൂറോ ഒക്കെയാണ്. ഇത് മാസം ഒരു 1200 യൂറോ ഒക്കെ കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളത് പല രീതിയിലുള്ള ടാക്സുകളായിട്ട് അവർ തിരിച്ചെടുക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം അവരോട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സമയത്തിന് ചോദിക്കാം, ടാക്സ് കഴിഞ്ഞിട്ട് എത്ര പൈസയാണ് എനിക്ക് ഫെലോഷിപ്പായി കിട്ടുക എന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവർ പറയും ഇത്ര പൈസയാണെന്ന്. പൊതുവെ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ അവർ ഓഫർ ലെറ്റർ വരുന്ന ഇമെയിൽ അവർ പറയും ഇതാണ് ടോട്ടൽ, ഇതിന് ശേഷം ഇത്ര പൈസയാണ് നിങ്ങൾക്ക് ആവറേജ് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ഇത്ര കിട്ടുക എന്നവർ പൊതുവെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ചോദിച്ചിട്ട് ഇത്തരം ഓഫറുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ കിട്ടുന്ന ആ പൈസ നമുക്ക് തികയാതെ വരും നമ്മുടെ ജീവിത ചെലവുകൾക്ക്. പുറത്തു പോയി പഠിക്കുന്ന ഒരാൾ ഫിനാൻഷ്യൽ ക്ലാരിറ്റി ഉണ്ടാക്കി പോകണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ വേൾഡിൽ ടോപ്പ് ക്ലാസ് വരുന്ന യൂണിവേഴ്സിറ്റീസാണ് കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലത്തെ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമ്പോൾ അത് നല്ല റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് നമ്മൾ അഡ്മിഷൻ എത്രത്തോളം അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യും ആ റാങ്കുമായിട്ട്. യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് നല്ല ഹൈ വരുമ്പോൾ അഡ്മിഷൻ എങ്ങനെയാണ്? ഇത്തരം ടോപ്പ് നോച്ച് യൂണിവേഴ്സിറ്റികളായ പിന്നെ ഹാർവാർഡ്, കാംബ്രിഡ്ജ്, MIT, ഓക്സ്ഫോർഡ്, പിന്നെ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമല്ല. അതായത് കിട്ടാൻ അതിനുള്ള മെയിൻ പ്രശ്നം അവിടെയുള്ള ഫീ ആണ്. ആ ഫീ നിങ്ങൾക്ക് സ്വന്തം പേ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ. ബട്ട് അവിടുന്ന് പാസ്സായി പോരാൻ പണിയാണ് അങ്ങനെയാണെങ്കിലും. പക്ഷേ ഇത്തരം യൂണിവേഴ്സിറ്റി ഹൈ റാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ വേൾഡിലെ ടോപ്പായ കുട്ടികൾ തീർച്ചയായും ഇത്തരം യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ കോമ്പറ്റീഷൻ വെരി ഹൈ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളൊക്കെ സ്കോളർഷിപ്പിന് വേണ്ടി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ, ഫോറിൻ കൺട്രീസ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ സ്കോളർഷിപ്പ് വെരി വെരി കോമ്പറ്റേറ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ പിന്നെ വളരെ ഡിഫിക്കൽട്ടൊന്നുമില്ല, ബട്ട് വളരെ ചാലഞ്ചിങ് ആണ് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ എത്തുന്നത്. പക്ഷെ അത് ഒരു നെഗറ്റീവ് അല്ല, ബട്ട് നമ്മൾ നന്നായി വർക്ക് ചെയ്താൽ ഈ ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റികൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ ഈ ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ പഠിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെപ്പോഴും ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റികൾ എപ്പോഴും വരിക ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്നാണ്. കാരണം അവർ പലപ്പോഴും അഡ്വർടൈസ് ചെയ്യും, അവർക്ക് അതിൻ്റേതായ ഉള്ള സ്ട്രാറ്റജികളുണ്ട്. കാരണം അവരുടെ ഒരു ബിസിനസ് കൂടിയാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ ഇതുപോലെ തന്നെ മാക്സ് പ്ലാങ്ക് യൂണിവേഴ്സിറ്റി, മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്,
ഒരുപാട് സ്വിറ്റ്സർലാൻഡിലെ യൂണിവേഴ്സിറ്റികൾ, സ്വിറ്റ്സർലാൻഡിലെ സൂറിക് യൂണിവേഴ്സിറ്റിയൊക്കെ ടോപ്പ് 10-ലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതും പലപ്പോഴും നമ്മൾ അഡ്വർടൈസ് ചെയ്യപ്പെടാറില്ല. ഇത്രത്തോളം കാംബ്രിഡ്ജിൻ്റെയും ഹോർവാർഡിൻ്റെയും ഹൈപ്പിലോട്ടൊന്നും അതൊന്നും വരാറില്ല. പക്ഷെ അതും ഈക്വലി ഗുഡായ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികൾക്ക് ട്രൈ ചെയ്യുക. കാരണം ആളുകളൊക്കെ ഇത്തരം ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റികളോട് പോകുമ്പോൾ വേൾഡിൻ്റെ മറ്റേ തലത്തിലുള്ള നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ രണ്ടിനും ട്രൈ ചെയ്യുക. എങ്ങനെയാലും കോമ്പറ്റീഷൻ ഹൈ ആണ്, ബട്ട് ദർ ആർ പോസിബിലിറ്റീസ് ടു ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ കൂടെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞിരുന്നു, യൂറോപ്യൻ കൺട്രീസിൽ ലിവിങ് സ്റ്റൈൽ അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇത് രണ്ടും ഒരു ടിപ്പിക്കൽ കേരളത്തിൻ്റെ ഒരു ഉൾനാടൻ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണോ ഉള്ളത്? അതോ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് എന്താ പറയുക എക്കോ ഫ്രണ്ട്ലി ആവേണ്ടതുണ്ടോ? അങ്ങനെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ കൾച്ചറൽ എക്സ്ചേഞ്ചിന് നമ്മൾ അത്രത്തോളം പ്രിഫറൻസ് കൊടുക്കാത്ത, നമ്മൾ കൾച്ചറൽ സ്ട്രിക്റ്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനീഷ്യലി കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല പെരുമാറ്റത്തിലും ആളുകളോട് സംസാരിക്കുന്ന രീതിയിലും ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇനീഷ്യലി ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് എൻ്റെ അനുഭവത്തിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലാം വളരെ ഈസിലി അത് മേക്കപ്പ് ചെയ്യുകയും പിന്നെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുകയും അങ്ങോട്ട് ഇഴുകിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയാണ് പൊതുവെ ഉള്ളത്. വല്ലാണ്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൾച്ചർ എല്ലാവരെയും വെൽക്കമിങ് ചെയ്യുന്ന, ആരെയും എല്ലാവരെയും ഇൻക്ലൂസീവ് ചെയ്യുന്ന ഒരു കൾച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ കൾച്ചറിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്നതിൽ പ്രയാസമില്ല. എന്നാലോ നമുക്ക് കൾച്ചറലി ചേഞ്ച് ചെയ്യണം, കുറച്ചും കൂടിയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കണമെന്ന് വെച്ചാലും പ്രയാസമില്ല. ആരും നമ്മുടേതായ ഒരു പ്രത്യേക കൾച്ചറിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ആരും നമ്മളെ ഫോഴ്സ്ഫുള്ളി യു ഹാവ് ടു ചേഞ്ച് എന്ന് പറയാൻ നോർമൽ കേസിൽ അവിടെ ആരും അതിനൊന്നും മെനക്കെടാറില്ല. അവർ നിങ്ങളെ ഫ്രീ ആയിട്ട് യു ഹാവ് യുവർ ഓൺ ലൈഫ്, എൻ്റെ ലൈഫിൽ ഞാൻ, നിൻ്റെ ലൈഫിൽ നീ എന്നുള്ള രീതിയാണ് പൊതുവേ അവിടുത്തെ ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി. ഓക്കെ, ചോദ്യങ്ങൾ? Okay, so when is the right time to apply for masters and for doctoral positions? യൂറോപ്പിലെ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. അവിടെ സമ്മർ ബ്രേക്ക് വരുന്നത് ജൂലൈ ഓഗസ്റ്റ് സമ്മർ ബ്രേക്ക്. അതിനുശേഷം ഒരു പുതിയ സെമസ്റ്റർ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സെപ്റ്റംബറിലാണ് പൊതുവേ ഓരോ കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്യാറ് യൂറോപ്പിലെ മെയിനായിട്ട്. ചില സമയത്ത് അത് ഫെബ്രുവരിയിലും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, ഒരു ഫാൾ സെമസ്റ്റർ സ്പ്രിംഗ് സെമസ്റ്റർ എന്ന് പറയുന്ന പോലെ. പക്ഷെ മോസ്റ്റ് ഓഫ് ദി കേസ് PhD-ൻ്റെ കേസിൽ എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയൻ ഫണ്ടഡ് PhD ആണെങ്കിൽ അത് നോർമലി സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇതൊരു അറ്റ്ലീസ്റ്റ് 6 months പിടിക്കുന്ന പ്രൊസീജിയറാണ്. നമുക്ക് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിസ കിട്ടി പോകുന്ന 6 months മിനിമം പിടിക്കും. അപ്പോൾ ജനുവരി ഒക്കെയാണ് ഇതിൻ്റെ ഒരു നല്ല സമയം. ജനുവരി ഫെബ്രുവരിയിലൊക്കെ അപ്ലൈ ചെയ്യുക. നമുക്കൊരു ഏപ്രിൽ മെയ് ആകുമ്പോഴൊക്കെ ഇതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പിന്നെ ജൂൺ ജൂലൈ മാസങ്ങൾ വിസ പ്രൊസീജിയർ, പിന്നെ നമ്മൾ സെപ്റ്റംബർ ആകുമ്പോഴത്തേനും അവിടെ ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയർ പൊതുവെ. പക്ഷേ ചില സമയത്ത് എൻ്റെ കേസിൽ ഞാൻ ജോയിൻ ചെയ്തത് ഏപ്രിലാണ്, പക്ഷേ എൻ്റെ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബറിലാണ്. അപ്പോൾ ഞാൻ പ്രൊഫസറോട് പറഞ്ഞു എനിക്ക് വേറെ ചില ഓഫറുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് സെപ്റ്റംബർ വരെ കാത്തിക്കാൻ പറ്റില്ല. കാത്തിരിപ്പോൾ അവർ അവസാനം പറയും ഈ പ്രൊജക്റ്റിന് ചില ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ എന്നെ ഒരു 4 മാസം മുമ്പേ ഹയർ ചെയ്തു ഒരു നോർമൽ ഫെലോഷിപ്പിൽ. എന്നിട്ട് പിന്നെ എന്നെ മേരി ക്യൂറി ഫെല്ലോ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. എന്നാലോ ഈ ഡോക്ടറൽ സ്റ്റഡീസ് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. നിങ്ങൾ ത്രൂ ഔട്ട് ദ ഇയർ അപ്ലൈ ചെയ്യാം. അത് കുറച്ച് സമയം എടുക്കുമെന്ന് എല്ലാം ഒന്ന് ക്ലിയറായി വരാൻ. അപ്പോൾ പൊതുവെ ഒരു വർഷം എടുത്തെന്ന് വരും. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക സമയം എടുത്തിട്ട് ഡോക്ടറൽ സ്റ്റഡീസിനും പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസിനും അപ്ലൈ ചെയ്യേണ്ടതില്ല. എന്നാൽ മാസ്റ്റേഴ്സിന് പൊതുവെ കൃത്യമായ സെമസ്റ്റർ വൈസ് സിസ്റ്റങ്ങളാണത്. അപ്പോൾ അതിന് കൃത്യമായ ടൈം ഫോളോ ചെയ്യണം. ഇതിൻ്റെ ടൈമുകളെല്ലാം നമ്മൾ അതാത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. മിക്ക യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകളിലും അവിടെ ആപ്ലിക്കേഷൻ ടൈം എപ്പോഴാണ് എന്നുള്ളത് ഇംഗ്ലീഷിൽ അവർക്ക് അവിടെ ലോക്കൽ ലാംഗ്വേജിലുണ്ടാവും വെബ്സൈറ്റ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലോട്ട് സ്വിച്ച് ചെയ്താൽ പൊതുവെ എല്ലാ ഇൻഫോർമേഷൻസും അവൈലബിൾ ആയിരിക്കും. ഇനി അതൊന്നുമില്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവിടെയുള്ള
ഫോറിൻ ഫോറിൻ സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യുന്ന കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടാൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ അഡ്മിഷൻ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ഇതാണ്. കാരണം അവർക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് എപ്പോഴാണ് തുടങ്ങുക, എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം, എപ്പോഴാണ്, എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് പൊതുവെ. അപ്പോൾ അതിനെ ക്ലിയർ ആക്കുന്ന ഒരു വിധത്തിലാണ് ഞാൻ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് നമ്മുടെ അക്കാഡമിക് സ്കോറുകൾ, ഓക്കെ, നൗ യു ആർ എന്താ പറയുക, നമ്മളൊരു സയൻറ്റിസ്റ്റ് എന്ന പൊസിഷനിലിരിക്കുമ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യുക അക്കാഡമിക് സ്കോറുകളും ഇപ്പോഴത്തെ പൊസിഷനും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഞാൻ ചില സമയത്ത് സ്കൂളിലെ ടോപ്പ് മാർക്ക് കിട്ടുന്ന ആളും, ചില സമയത്ത് വളരെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന മാർക്ക് കിട്ടുന്ന ആളായിരുന്നു. അപ്പോൾ അതിനെ മാർക്ക് എന്നുള്ളത് ഒരു മാറ്ററാണ്. പക്ഷേ മാർക്ക് എന്നുള്ളത് മാത്രമല്ല എസ്പെഷ്യലി ഫോറിൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു മാനദണ്ഡം. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ യൂണിവേഴ്സിറ്റികളും ഓട്ടോണമസ് ആണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാർക്കിംഗ് പാറ്റേൺ അല്ല അലിഗഡ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നു, അവിടെ തന്നെ IIT ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇൻ ദ എൻഡ് ഇവരെല്ലാം ഒരു ഇന്ത്യൻ അപ്ലിക്കൻ്റായി ഫോറിനിലെത്തുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ 90% കിട്ടിയ കുട്ടിയായിരിക്കും ഫസ്റ്റ് റാങ്ക്. അതേസമയം IIT ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് ചിലപ്പോൾ 80% ഉണ്ടാവുള്ളൂ. പക്ഷെ രണ്ടുപേരും ഫസ്റ്റ് റാങ്കാണ്, രണ്ടുപേരും ടോപ്പാണ്. അപ്പോൾ എങ്ങനെ ഒരാൾക്ക് 90 ഉള്ളതിൻ്റെ പേരിൽ മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം പൊതുവെ ഇത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ മാർക്കിന് പകരം പൊതുവെ ഫോറിൻ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് അവരുടെ എക്സ്പീരിയൻസ്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിസർച്ച് എക്സ്പീരിയൻസ്, ടീച്ചിങ് എക്സ്പീരിയൻസ്, ഇതൊക്കെ അവർ ഉണ്ടോ എന്നുള്ളതും. ഇപ്പോൾ റിസർച്ച് എക്സ്പീരിയൻസുള്ള ഒരാൾക്ക് എത്രത്തോളം അവർ റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പുതിയ ടെക്നിക്ക് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് അവരെന്തെങ്കിലും പ്രോഗ്രാമിംഗ് സ്കിൽസോ മറ്റോ ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ട് ആ ഒരു സ്പെഷ്യൽ പ്രൊജക്റ്റിനോ യൂണിവേഴ്സിറ്റിക്കോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആളെയായിരിക്കും മാർക്കിനേക്കാളും മീതെ അവർ പരിഗണിക്കുക. മാർക്കൊരു ഫാക്ടറാണ്, പക്ഷെ എന്നാൽ അത് മാത്രമല്ല ഫാക്ടർ എന്നാണ് പറഞ്ഞത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ ഷഫ്കത്തുമായി സംസാരിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഞങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലായത് അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ, ഒരു NGO ലീഡ് ചെയ്യുന്ന ഒരു മെമ്പർ കൂടിയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാം. തൽക്കാലം താങ്ക് യു ഫോർ യുവർ ടൈം സർ. താങ്ക് യു വെരി മച്ച്. Alpha E